യെസ്, അങ്ങനെ ഈ ഒരു ക്രിസ്മസോട് കൂടിയിട്ട് 2024 വർഷം അവസാനിക്കാൻ പോവുകയാണ്. 2024 വർഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. ഒരുപാട് ഡിഫറെന്റ് ജോണറസ്, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് പടങ്ങൾ ഇറങ്ങിയിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരു കൊല്ലം കൂടിയായിരുന്നു ഈ വർഷം. സോ ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം പതിക്കാൻ പറ്റുന്ന നമ്മുടെ ക്രിസ്മസിന് ഇറങ്ങിയിട്ടുള്ള 2 കിടിലൻ പടങ്ങളാണ് മാർക്കോ ആൻഡ് റൈഫിൾ ക്ലബ്. നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളുണ്ട്, നേരെ നമ്മുടെ ഫസ്റ്റ് വേർഡായിട്ടുള്ള മാർക്കോയിലേക്ക് കിടക്കാം. മാർക്കോ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഹനീഫ് അദേനി, സ്റ്റാറിംഗ് അവർ വൺ ആൻഡ് ഓൺലി ഉണ്ണിമുകുന്ദൻ, ജഗദീഷ് സിദ്ദിഖ്. ഇവര് 3 പേരാണ് ഈ ഒരു പടത്തിൽ മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇവരിലാണ് ഒരുപാട് പേര് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല ചില്ലായിട്ട് നല്ല പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഇന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി എന്റർടൈനർ പടമാണ് മാർക്കോ. എന്നെങ്ങാനും ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാൻ വന്ന അവരോട് തിരിഞ്ഞ് ആ വന്ന വഴി വിട്ടോളാം. ദ മോസ്റ്റ് വയലന്റ് ഫിലിം എവർ മെയ്ഡ് എന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ടാഗ് ലൈൻ 100% ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലന്റ് ബ്ലഡ് ബാത്തോട് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ പടം ദാറ്റ് ഈസ് മാർക്കോ. അതായത് ഈ ഒരു മേക്കേഴ്സ് ഒരു കാര്യം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതേവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസസും ഇതേവരെ കാണാത്ത രീതിയിലുള്ള വയലൻസും ബ്രൂട്ടാലിറ്റി പറഞ്ഞിട്ടുള്ള ഒരു പക്ക ഫുൾ ഓൺ ഫുൾ ആക്ഷൻ ത്രില്ലർ പടം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സാധനം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു വെൽ മെയ്ഡ് ആക്ഷൻ ത്രില്ലർ പടമാണ് മാർക്കോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്സ് പോസിറ്റീവ്സ് ഫസ്റ്റ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു പടത്തിലത്തെ ആക്ഷൻ സീക്വൻസസ് ആണ്. നമ്മൾ ഒബ്വിയസ്ലി ഒരു ആക്ഷൻ പടം കാണാൻ പോകുന്നത് അതിലത്തെ ഫൈറ്റ് സീൻ കാണാനാണ്, ഒരു നല്ലൊരു മെസ്സേജ് കാണാൻ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു മെസ്സേജ് കാണാനോ ഒന്നുമല്ല. ആൾക്കാരെ കൊല്ലണമെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നത്, അല്ലെങ്കിൽ അടി വെടി പോകാൻ കാണാനാണ് നമ്മളൊരു ആക്ഷൻ ഫിലിം കാണാൻ പോകുന്നത്. ആ ഒരു ലെവലിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ദിസ് ഫിലിം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ പടങ്ങൾ എവർ റിലീസ് ഇൻ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. ഈ ഒരു പടത്തിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു റിവെഞ്ച് സ്റ്റോറി ടെംപ്ലേറ്റ് തന്നെയാണ്. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ കൊറിയൻ പടങ്ങളുടെ ഒക്കെ ലെവലുള്ള വയലൻസ് ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം ബ്രൂട്ടാലിറ്റി വന്നിട്ടുള്ള റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഇതേവരെ നമ്മുടെ മലയാളം പടങ്ങളിൽ വന്നിട്ടുള്ളതിനെ വെച്ച് യുണീക്കായിട്ട് ഇവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ വന്നിരിക്കുന്ന ഓരോ ഫൈറ്റ് സീൻസും അതിൻ്റെയൊക്കെ സ്കെയിൽ ആയിക്കോട്ടെ, അത് എടുത്തു വെച്ചേക്കുന്ന രീതി ആയിക്കോട്ടെ, അതിൻ്റെ സ്റ്റണ്ട് ആയിക്കോട്ടെ, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആയിക്കോട്ടെ, ഇറ്റ്സ് ഓൾ ടോപ്പ് നോച്ച്. മേജർ ആയിട്ടുള്ള 4 സെറ്റ് പീസസ് ആണ് ഈ ഒരു പടത്തിൽ എൻറ്റയർലി ഉള്ളൂ. പക്ഷെ അത് കൂടാതെ വന്നിട്ടുള്ള ചെറിയ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ഇൻട്രോ സീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അവർ എടുത്തു വെച്ചേക്കുന്ന രീതി, അതിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ആ ഒരു വിഷ്വൽ സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പേസിംഗ്, ഇറ്റ്സ് ഓൾ റിയലി വെൽ മെയ്ഡ്. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു 18+ സർട്ടിഫിക്കറ്റ് 100% വാലിഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബോർഡർ ലൈൻ സൈക്കോട്ടിക് ആയിട്ടുള്ള ക്രൂരതകൾ അതിനപ്പുറമാണ് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഉണ്ണിമുതൽ ഇൻട്രോ ഫൈറ്റ് മുതൽ ആ ലാസ്റ്റ് ഷോട്ട് വരെ ഫുൾ ഓൺ ഫുൾ ബ്ലഡ് ബാത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചോരമയം തന്നെയാണ് ഈ പടം. ഈ ഒരു പ്രീ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ എത്തുമ്പോൾ എന്തായാലും ഒരു മനുഷ്യനാണെങ്കിൽ എന്തായാലും എന്നുള്ള രീതിയിലായി പോകും. കാരണം അത്രമാത്രം ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് രംഗങ്ങളാണ് ഈ ഒരു പടത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഈ ചെറിയ പിള്ളേരെ കൊണ്ടോ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെ കൊണ്ടോ ദയവ് ഇത് പോയി കാണാൻ നിൽക്കുന്നത്. കാരണം ഇറ്റ് വിൽ ലിറ്ററലി ബി ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസ് ഫോർ ദം. സോ ഒരു ആക്ഷൻ മൂവി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിലത്തെ ആ ഒരു ഫൈറ്റ് സീൻസിന്റെ ക്വാളിറ്റിയും അതിന്റെ ആ ഒരു ഇമ്പാക്റ്റും അതിന്റെ ആ ഒരു ടെക്നിക്കൽ ഗ്രേറ്റ്നസ് എല്ലാം ഇറ്റ്സ് റിയലി അൺഡിനൈബിളി ഗ്രേറ്റ്. രണ്ടാമത്തെ മെയിൻ കാര്യമാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ. അതായത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലായിരുന്ന ഒരു ഫിലിം കരിയർ ആയിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ. പക്ഷെ ഈ ഒരു പടം കഴിഞ്ഞപ്പോൾ നമ്മൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു നായകനായിട്ട് മാറുകയാണ് ഉണ്ണിമുകുന്ദൻ ഈ ഒരു പടത്തിൽ. ഈ ഒരു മനുഷ്യന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അയാളുടെ ആ ഒരു കരിസ്മ, അയാളുടെ സ്ക്രീനിൽ എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഓറ, അയാളുടെ സ്വാഗ്, ഇറ്റ്സ് റിയലി എവിഡന്റ്. ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും ഓസ്കാറുടെ ഒരു പെർഫോമൻസ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു പടത്തിൽ ആൾ എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട്, അയാളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയാലും അയാൾ ആ റോളിന് കൊടുത്തേക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു ഫ്രഷ്നെസ് നല്ല രീതിയിൽ തന്നെ പേ ഓഫ് ആയിട്ടുണ്ട്. ഉണ്ണിമുതൽ മാറ്റി കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഘടകടിയാണ് നമ്മുടെ ജഗദീഷ്. ആളുടെ ഇൻട്രോ സീക്വൻസ് മുതൽ ആൾക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ബിൽഡപ്പ് എൻടയർ എൻഡ് വരെ 100% ആ കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പപ്പ് ചെയ്തുകൊണ്ട് ജഗദീഷിന്റെ ആ ഒരു പെർഫോമൻസിലൂടെ നമ്മുടെ പണ്ടത്തെ ആ എല്ലാവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള ആ ഒരു അപ്പുക്കുട്ടൻ എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് ഈ ഒരു ക്യാരക്ടർ ടോണി എന്നുള്ള ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ വില്ലൻ ക്യാരക്ടറായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു രീതി ഇറ്റ്സ് റിയലി ഫൺ ടു വാച്ച്. പിന്നെ നമ്മുടെ സിദ്ദിഖ് പിന്നെ ഒന്നും പറഞ്ഞില്ല, നല്ല ഗോട്ടറായിട്ടുള്ള ആക്ടറാണ്. ആൾക്ക് എന്ത് റോള് കൊടുത്താലും ആളുടെ മാക്സിമം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവും. സോ ഈ ഒരു പടത്തിലും ആൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകന്റെ മോനായിട്ടുള്ള അഭിമന്യു തിലകന്റെ ഫസ്റ്റ് പടമാണ് ഈ ഒരു പടം. ഈ ഒരു പടത്തിൽ ആൾ വില്ലനായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു പടത്തിൽ അയാൾ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടർ, അത് ഈ വില്ലന്മാരൊക്കെ കാണുമ്പോൾ അവനെ കൊല്ലങ്ങട് എന്നിട്ടുള്ള ആ ഒരു ബ്ലഡ് ലസ്റ്റ് നമുക്ക് തന്നെ കയറി വരും. അഭിമന്യു തിലകൻ ഹാസ് ഓൾസോ ഡൺ എ റിയലി ഗുഡ് ജോബ്. സോ മൊത്തത്തിൽ ഈ ഒരു പടത്തിൽ വന്നു പോയിട്ടുള്ള നമ്മുടെ ഉണ്ണിമുകുന്ദൻ മുതൽ ഒരു ചെറിയ മൈനർ ആയിട്ടുള്ള ക്യാരക്ടർ വരെ നല്ല രീതിയിൽ തന്നെ അവരുടെ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിനെ ഇത്ര അധികം ഗ്രേറ്റ് ആക്കിയിട്ടുള്ളതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ടെക്നിക്കലി വളരെയധികം സൗണ്ട് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. ഫസ്റ്റ് തന്നെ ഇതിന്റെ വിഷ്വൽസ്, ചന്ദ്രു സെൽവരാജാണ് ഈ ഒരു പടത്തിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. സോ കമ്പാരിസൺ നടത്താൻ പറ്റിയിട്ടുള്ളത് KGF-നോടാണ്. കാരണം അതിന്റെ ആ ഒരു ടൊണാലിറ്റി, അതിന്റെ ആ ഒരു ഗ്രേ ആയിട്ടുള്ള ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഗ്രിറ്റി ആയിട്ടുള്ള ആ ഒരു മൂഡ്, അതാണ് ആ ഒരു സിനിമാറ്റോഗ്രാഫിയിലൂടെ ആള് ഇവോക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും യുണീക്ക് ആയിട്ടുള്ള ഫ്രെയിംസും കളർഫുള്ളി റിച്ച് ആയിട്ടുള്ള ഒരു ടൈപ്പ് സിനിമാറ്റോഗ്രാഫിയാണ്
ചന്ദ്രു സെൽവരാജ് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ദ വൺ ആൻഡ് ഓൺലി രവി ബാസുറിന്റെ ആ ഒരു കമ്പോസിഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഓർക്കസ്ട്രൈക്ക് മാനറിലുള്ള ഒരു സ്റ്റൈലാണ് ആണ്. പക്ഷെ അതും ഒരു ഡീപ്ലി ഇലക്ട്രോണിക് ഫങ്ക്, ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ബീറ്റ്സ് ആണ് ഈ ഒരു പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയധികം ഹൈപ്പായിട്ടുള്ള എലിവേഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ ആ ഒരു പടത്തിൽ മെയിൻലി വരാൻ കാരണം ഈ രവി ബാസുറിന്റെ മ്യൂസിക്കാണ്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ഈ ഒരു പടത്തിന്റെ ആ ഒരു ബ്രൂട്ടാലിറ്റിയും ആക്ഷൻ സീൻസും വയലൻസ് രംഗങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ട്രിം ചെയ്ത് കളയാണ്ടോ ഭയങ്കര ലെങ്ത് ആക്കി കളയാണ്ടോ നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിന്റെ ആ ഒരു എസൻസ് ഡെലിവർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഷമീർ മുഹമ്മദ്. പിന്നെ കലായ് കിങ്സൺ എന്നുള്ള ആളാണ് ഈ ഒരു പടത്തിന് സ്റ്റണ്ട് കോറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. കലായ് കിങ്സൺ റിയലി ഗുഡ് ജോബ് ഇൻ ദ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഫൈനലി ഈ ഒരു പടത്തിന്റെ പിന്നിലത്തെ രണ്ടാൾക്കാരാണ് ഈ ഒരു പടത്തിന്റെ സക്സസിന്റെ കാരണം. ഫസ്റ്റ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദും ആൻഡ് സെക്കൻഡ് ദ ഡയറക്ടർ ഹിംസെൽഫ് ഹനീഫ് അദീനി. ഹനീഫ് അദീനിയുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ മറ്റേ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്നുള്ള പടത്തിലൂടെയാണ് ആൾ ഡയറക്ടറോട് ഡെബ്യൂട്ട് കാണിച്ചു വെച്ചത്. ഗ്രേറ്റ് ഫാദർ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മിഖായിൽ, രാമചന്ദ്ര ബോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ വേ ഓഫ് മേക്കിംഗ് വളരെയധികം സ്റ്റാൻഡ് ഔട്ട് ചെയ്തതല്ലാണ്ട് ഒരിക്കലും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആളുടെ പടങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ഹേറ്റേഴ്സിനെയും സൈലൻസ് ചെയ്തുകൊണ്ട് അയാൾ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു പടത്തിലൂടെ നടത്തിയിട്ടുള്ളതെന്ന് പറയാനായിട്ട്. അതായത് ദിസ് ഈസ് എ ബെഞ്ച് മാർക്ക് ഫോർ ആക്ഷൻ ഫിലിംസ് ഇൻ ജനറൽ. അതായത് ഇനി ആക്ഷൻ പടങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുക മാർക്കോട് അത്രയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മാർക്കോട് എത്ര വയലൻസ് ഉണ്ടോ ഈ ഒരു പടത്തിൽ നിന്നാണ് ചോദിക്കുക. ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്ര ഈസി ഒന്നുമല്ല. സോ ഹനീഫ് അദീനി ഡിഡ് എ റിയലി ഗുഡ് ജോബ് ഇൻ മേക്കിംഗ് ദിസ് ഫിലിം കം ടു ലൈഫ്. പിന്നെ ഈ ഒരു ലെവലിലുള്ള ഒരു പടം എടുക്കാൻ കാണിച്ചിട്ടുള്ള ആ പ്രൊഡ്യൂസറിന്റെ ധൈര്യം, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു പടം എൻറ്റയർലി കൺസീവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ ഡിഡ് എ റിയലി ഗുഡ് ജോബ് ഇൻ ഡെലിവറിംഗ് വാട്ട് ദേ പ്രോമിസ്ഡ്. മാർക്കോയിൽ ആകെ എനിക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലത്തെ ഡയലോഗ്സ് ആണ്. അതായത് വളരെ വീക്ക്ലി റിട്ടേൺ ആയിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ലേസി ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഡയലോഗ്സ് ആണ് ഈ ഒരു പടത്തിൽ ഒടനീളം. പക്ഷെ നമ്മുടെ ഒരു ആക്ഷൻ പടത്തിൽ പോണതിലത്തെ ആക്ഷൻ കാണാനാണ്, ഇതിന്റെ ഡയലോഗ്സ് ഒന്നും കേൾക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പടത്തിലെ ആക്ഷൻ സീൻസും ഈ ഒരു പടത്തിന്റെ ആ ഒരു സ്കോപ്പും ഉണ്ണിമുകുന്ദന്റെ ഒരു കിണ്ണങ്ങാച്ചി പെർഫോമൻസും ഇറ്റ് ഓൾ മേക്ക് ദിസ് ഫിലിം വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ മൂവീസ് എവർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. എന്താണോ ഒരു ആക്ഷൻ മൂവിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനപ്പുറം മാർക്കോ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഐ ഗിവ് ദിസ് 9.5 ഔട്ട് ഓഫ് 10. ഈ ഒരു പടത്തിൽ ആ ഒരു ഡയലോഗ്സും കൂടി, ആ ഡയലോഗ് ഡെലിവറിയും ആ ഒരു സ്ക്രിപ്റ്റും കൂടി കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ റിയലി പെർഫെക്റ്റ് ആക്ഷൻ ഫിലിം. എന്തായാലും തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മാർക്കോ. ഇനിയാണ് നമ്മുടെ അടുത്ത പടം. നമ്മുടെ ശ്യാം പുഷ്കരൻ തിരക്കഥ ചെയ്തിട്ടുള്ള, ആഷിഖ് കപൂർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വെസ്റ്റേൺ പടമല്ല, ഒരു വെസ്റ്റേൺ ഗട്സ് പടം റൈഫിൾ ക്ലബ്. ഈ ഒരു ഫിലിമിന്റെ തുടക്ക ഭാഗത്ത് തന്നെ നമ്മുടെ ദിലീഷ് പോതൻ അവതരിപ്പിച്ചിട്ടുള്ള അവറാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. നമ്മളെല്ലാവരും ഹണ്ടർ മൈൻഡ് ആണ്. അത് തന്നെയാണ് ഈ ഒരു പടം. അതായത് ഫുള്ള് വെടിവെപ്പും ആക്ഷൻ രംഗങ്ങളും കോമഡിയൊക്കെ തന്നിട്ടുള്ള ഫുൾ ഓൺ ഫുൾ വെസ്റ്റേൺ ആക്ഷൻ ഡ്രാമ ടൈപ്പ് പടമാണ് റൈഫിൾ ക്ലബ്. സോ നമുക്ക് പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ ഒബ്വിയസ്ലി പറയാൻ പോകുന്നത് പെർഫോമൻസുകൾ തന്നെയാണ്. അതായത് ഒരു ഹ്യൂജ് സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള കാസ്റ്റ് ആണ് ഈ പടത്തിലുള്ളത്. ദിലീഷ് പോത്തൻ, ഹനുമാൻ കൈൻഡ്, അനുരാഗ് കശ്യപ്, ഈവൻ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂജ് ഗ്രാൻഡ്യൂർ സ്കെയിലുള്ള ഒരു പടം തന്നെയാണ് റൈഫിൾ ക്ലബ്. അപ്പൊ ഈ റൈഫിൾ ക്ലബിലത്തെ മെമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിലത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ദിലീഷ് പോത്തൻ അവതരിപ്പിച്ചിട്ടുള്ള അവറാച്ചൻ. അതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ എന്നുള്ള ആക്ടർ ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ആ ഒരു പ്രസൻസ്, അതായത് ആ ഒരു ഫ്രഷ്നെസ്, അയാളുടെ ആ ഒരു മൈൻഡ് സെറ്റും അയാളുടെ ഡയലോഗ് ഡെലിവറിയും അയാളുടെ ആ ഒരു കൊമേഡിക് ടൈമിങ്ങും അയാളുടെ ആ ഒരു ഡബിൾ മൈൻഡ് സംഭവങ്ങളും, അതിനൊപ്പം തന്നെ നമ്മുടെ അനുരാഗ് കശ്യപ് അവതരിപ്പിച്ചിട്ടുള്ള വില്ലനായിട്ടുള്ള ക്യാരക്ടർ. ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു ക്ലീഷേ കോമാളി വില്ലൻ തന്നെയാണ് ഈ ഒരു പടത്തിൽ അനുരാഗ് കശ്യപ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിലാണ് വെടിവെക്കാൻ വരുന്നത് ഒരു കോട്ടും ഒരു ഷെഡ് ഇട്ടിട്ടാണ്. അപ്പൊ അവിടെ മുതൽ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ക്യാരക്ടറിന് എത്രത്തോളം വെറൈറ്റി ആയിട്ടാണ് ഈ ശ്യാം പുഷ്കരൻ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹനുമാൻ കൈൻഡ് ആള് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹോട്ടഡ് ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഡാവിന്റെ മോൻ. ആൾക്ക് പറ്റാവുന്ന നല്ല ആക്സന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും അയാളുടെ ആ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊണ്ട് അയാളുടേതായിട്ടുള്ള ആ ഒരു മാനറിൽ തന്നെ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പടത്തില്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഓവർ ക്രൗഡ് ആയിട്ട് തോന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളും അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന്റെ ആ ഒരു കോമിക് ആയിട്ടുള്ള സ്റ്റൈലും ഈ ഒരു പടത്തിന്റെ ആ ഒരു വളരെ അൺസീരിയസ് ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ആ ഒരു മാനർ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വന്നു പോകുന്ന ഈ ഒരു ഫൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവർ അക്കമ്പനി ചെയ്യുന്ന പെർഫോമൻസും നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുകയും നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബിനെ കുറിച്ച് പറയാനുള്ള ഈ ഒരു പടത്തിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മുടെ ക്വന്റിൻ ടാരന്റീനോ പടങ്ങൾ, പഴയ വൈൽഡ് വെസ്റ്റ് പോലത്തെ പടങ്ങളൊക്കെ അതിനോടൊക്കെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളരെ റെഫറൻഷ്യൽ ആയിട്ട് ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ് റൈഫിൾ ക്ലബ്. അതിന്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽ കളർ പാലറ്റ്, അതിന്റെ ടോൺ, അതിന്റെ ആ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ആ ഒരു നേച്ചർ, ഇങ്ങനത്തെ ഒരു നേച്ചർ പടം ഇറ്റ്സ് റിയലി റയർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വന്റിൻ ടാരന്റീനോ പടം അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ പടത്തിന്റെ എല്ലാ എസ്തെറ്റിക്സും എല്ലാ തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റിയും അവർ ആ വിഷ്വലി നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൻലി ഇത് കമ്പാരിസൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇംഗ്ലീഷിലത്തെ ജാങ്കോ അൺചെയിൻഡ് അല്ലെങ്കിൽ ഈ ഹേറ്റ്ഫുൾ എയ്റ്റ്, ഇയോബിന്റെ പുസ്തകം, വരത്തൻ, അങ്ങനത്തെ ടൈപ്പ് സെറ്റപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻലി. പിന്നെ നമ്മുടെ റെക്സ് വിജയന്റെ മ്യൂസിക്
ഈ അനിരുദ്ധം സുഷിൻശ്യാമൊക്കെ വരുന്നതിന് മുമ്പ് ആള് പണ്ടേ ഈ സീൻ ഇട്ടതെന്ന് ഈ പടത്തിലൂടെ തെളിയിച്ച് കാണിക്കുകയാണ്. അതായത് ആളുടെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ആയി പോവാണ്. അതായത് എലവേഷൻ വേണ്ട സമയത്ത് പക്ക എലവേഷൻ, എന്നാൽ ഭയങ്കര വൈബ് അടിക്കുന്ന സമയത്ത് നല്ല ജില്ലായിട്ടുള്ള ഡ്രംസും ക്ലബ്ബ് ടൈപ്പ് അറ്റ്മോസ്ഫിയറും, എന്നാൽ ആക്ഷൻ സീൻസിൽ വളരെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കുന്ന വളരെ ടെൻസ് ആയിട്ടുള്ള മ്യൂസിക്, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് ഓവറോൾ ആ ഒരു എൻറ്റയർ എക്സ്പീരിയൻസിനെ എലിവേറ്റ് ചെയ്യുന്നതായിരുന്നു ഈ റെക്സ് ബീജിന്റെ ആ ഒരു മ്യൂസിക് കമ്പോസിഷൻ. ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫുള്ള് ബിൽഡപ്പ് ആണ്. അതായത് ഇത്രത്തോളം ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇത്രത്തോളം കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഇതാണ് സിറ്റുവേഷൻ, ഇതൊക്കെ കാണിക്കുകയാണ്. ആൻഡ് ഈ ഒരു പടത്തിന്റെ സെക്കൻഡ് ഹാഫ് മുതലാണ് ആക്ച്വലി ഈ ഒരു പടം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ഫുൾ ഓൺ ഫുൾ വെടിവെപ്പ് തന്നിട്ടുള്ള ഒരു ഷൂട്ട് ഔട്ട് ഫിലിമാണ് ഈ ഒരു പടം എൻറ്റയറിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ. സോ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പടം ഒരു സിമ്പിൾ ആയിട്ടുള്ള വാച്ചാണ്. അതായത് ഈ മാർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പോലെ എക്സ്ട്രീം വയലൻസ് രംഗങ്ങളോ അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പാക്ട് വന്നിട്ടുള്ള ഹൈ അപ്റ്റൈൻ ആയിട്ടുള്ള ഫൈറ്റ് സീൻസോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവര് ആ ഒരു റൈഫിൾ ക്ലബിനെ ഡിഫെൻഡ് ചെയ്യുന്ന രംഗങ്ങൾ, അത്രേ ഉള്ളൂ ഈ ഒരു പടം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ജസ്റ്റ് ഒരു ഫൺ വാച്ചിനായിട്ട് 2 മണിക്കൂർ പോയി നിന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പടമാണ് റൈഫിൾ ക്ലബ്. എനിക്ക് പേഴ്സണലി ഈ ഒരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ക്വന്റിൻ ടാരന്റിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ വലിയൊരു ഫാനാണ്. ആൻഡ് ഈ വൈൽഡ് വെസ്റ്റ് പോലത്തെ പടങ്ങളും ഈ ക്വന്റിൻ ടാരന്റിനോ പടത്തിനൊക്കെ ഇൻഫ്ലുവൻസ് കാണുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ആ ഒരു മലയാളം പടം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്കിത് കാണുമ്പോൾ തന്നെ. ഒരുപാട് ഡിഫറൻറ്റ് സാധനങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ്, ഇങ്ങനെ റീഇൻവെന്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ സിനിമ സക്സസ്ഫുൾ ആവുള്ളൂ. ഒരു ചേഞ്ച്, അതായത് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലറിന് പുറമെ ഒരു എന്തെങ്കിലും യുണീക്നെസ് ആഷിഖ് എന്നുള്ള ഡയറക്ടറിന് ഈ ഒരു പടത്തിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ദീസ് 2 ഫിലിംസ് എൻഡ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രീസ് റൺ ഇൻ 2024. അതായത് തുടക്കം മുതൽ അവസാനം വരെ വളരെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു പ്രൗഡായിട്ടുള്ള ഇയർ തന്നെയായിരുന്നു 2024. ആൻഡ് അത് ക്യാപ്പ് ഓഫ് ചെയ്യാനായിട്ട് ചെറി ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറയും, അതുപോലത്തെ 2 പടങ്ങളായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഇറങ്ങിയിട്ടുള്ള മാർക്കോവും റൈഫിൾ ക്ലബും. സോ ഈ റിവ്യൂടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷവും ഈ വർഷം പോലെ തന്നെ മലയാള സിനിമകൾക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അമിത പ്രതീക്ഷയൊന്നുമില്ല, കാരണം എന്നും എപ്പോഴും അമിത പ്രതീക്ഷ ആപത്താണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വിൽ ക്യാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.